വേൾഡ് ഹിസ്റ്ററിയുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചത് ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് ആൻഡ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക്ക് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമാണ്. ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ. സോ ലെറ്റ് സ്റ്റാർട്ട്. തെക്കേ അമേരിക്കയും മധ്യ അമേരിക്കയും ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് ലാറ്റിൻ അമേരിക്ക. ലാറ്റിൻ ഭാഷയുമായി ബന്ധമുള്ള പോർച്ചുഗീസ്, സ്പാനിഷ് ഭാഷകൾ സംസാരിക്കുന്നവർ ഇവിടങ്ങളിൽ കുടിയേറി സ്ഥിരതാമസമാക്കിയതുകൊണ്ടാണ് ഈ പ്രദേശം ലാറ്റിൻ അമേരിക്ക എന്നറിയപ്പെടുന്നത്. 16-17 നൂറ്റാണ്ടുകളിൽ സ്പാനിഷുകാരുടെയും പോർച്ചുഗീസുകാരുടെയും കടന്നുകയറ്റത്തിനെതിരെ നടന്ന വിപ്ലവമാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ലാറ്റിൻ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചത് സ്പാനിഷുകാരും പോർച്ചുഗീസുകാരുമാണ്. കോളനി ഭരണം ലാറ്റിൻ അമേരിക്കൻ ജനജീവിതത്തെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചതെന്ന് നോക്കാം. സ്പെയിൻകാരും പോർച്ചുഗീസുകാരും തങ്ങളുടെ ഭാഷയും മതവും ആചാരവും അവിടെ പ്രചരിപ്പിച്ചു. സ്പാനിഷ് ശൈലിയിൽ വീടുകളും ദേവാലയങ്ങളും നിർമ്മിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും കോളനികളിൽ നടപ്പിലാക്കി. യൂറോപ്യരിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർന്നു. എല്ലാ രംഗങ്ങളിലും വംശീയ വിവേചനം പുലർത്തി. ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിച്ചു. കോളനിക്കാരെ അടിമകളെപ്പോലെ പണിയെടുപ്പിച്ചു. പെറുവിലേക്കും മെക്സിക്കോവിലേക്കും സ്വർണ്ണ വെള്ളി ഖനികളുടെ നിയന്ത്രണമുണ്ടായിരുന്ന രാജ്യമാണ് സ്പെയിൻ. സ്പെയിൻകാരെ പിന്തുടർന്നെത്തിയ പോർച്ചുഗീസുകാർ മധ്യ കിഴക്കൻ ബ്രസീലിലെ മിനാർ ഗറായിസ് പ്രവിശ്യയിൽ സ്വർണം കണ്ടെത്തി. സ്വർണവും മറ്റു വിഭവങ്ങളോ തേടിയുള്ള ഈ അധിനിവേശങ്ങൾ തദ്ദേശീയ ജനതയെ നശിപ്പിക്കുകയും പകരം ഒരു സങ്കര ജനവിഭാഗമായ മെസ്റ്റിസോസ് ഇവിടുത്തെ ഭൂരിപക്ഷ ജനതയായി മാറുകയും ചെയ്തു. 18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തോടെ തെക്കേ അമേരിക്കൻ ജനത അധിനിവേശ ശക്തികൾക്കെതിരെ കലാപമുയർത്തി. 1804 ഫ്രഞ്ചുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ തെക്കേ അമേരിക്കയിലെ ആദ്യ സ്വതന്ത്ര രാജ്യമാണ് ഹെയ്ത്തി. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയവരാണ് ജോസെ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാഡ, സൈമൺ ബൊളിവർ എന്നിവർ. സൈമൺ ബൊളിവർ ജനിച്ച രാജ്യം വെനസ്വേലയാണ്. വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ വിദേശാധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ച നേതാവാണ് സൈമൺ ബൊളിവർ. വിമോചകൻ, തെക്കേ അമേരിക്കയുടെ ജോർജ് വാഷിംഗ്ടൺ എന്നെല്ലാം അറിയപ്പെടുന്ന വ്യക്തിയാണ് സൈമൺ ബൊളിവർ. അർജന്റീന, ചിലി തുടങ്ങിയ രാജ്യങ്ങളെ വിദേശാധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ നേതാവ് ജോസെ ഡി സാൻ മാർട്ടിൻ ആണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജോസെ ഡി സാൻ മാർട്ടിൻ. 1822 ബ്രസീൽ, മെക്സിക്കോ എന്നിവയും സ്വതന്ത്രമായി. പോർട്ടോറിക്കോയും ക്യൂബയും ഒഴിച്ചുള്ള ഈ മേഖലയിലെ മുഴുവൻ രാജ്യങ്ങളും 1825 സ്വാതന്ത്ര്യം നേടി. തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മാച്ചു പിച്ചു. മാച്ചു പിച്ചു സ്ഥിതി ചെയ്യുന്ന രാജ്യം പെറു ആണ്. മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങളിൽ ദ ഹൈറ്റ്സ് ഓഫ് മാച്ചു പിച്ചു രചിച്ചത് പാബ്ലോ നെരൂദയാണ്. ലാറ്റിൻ അമേരിക്കൻ കവിയാണ് പാബ്ലോ നെരൂദ. അടുത്ത ടോപ്പിക്കാണ് ഫ്രഞ്ച് വിപ്ലവം അല്ലെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷൻ. രാജാവിൻ്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെയും ഉപരിവർഗത്തിൻ്റെ ജന്മിത്വത്തിനെതിരെയും സാമ്പത്തിക സാമൂഹിക അസമത്വത്തിനെതിരെയും 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ആരംഭിച്ച രാഷ്ട്രീയ സാമൂഹിക കലാപമാണ് ഫ്രഞ്ച് വിപ്ലവം. 1789. 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൻ്റെ അധികാര കേന്ദ്രമായിരുന്നത് വേഴ്സായി കൊട്ടാരമാണ്. അക്കാലങ്ങളിൽ ഫ്രാൻസിൽ ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത്. കൂടാതെ ഭരണാധികാരികൾ ധൂർത്തന്മാരായിരുന്നു. ഫ്രാൻസ് ഭരിച്ച ലൂയി രാജാക്കന്മാരുടെ വംശമാണ് ബോർബൺ വംശം അഥവാ ബൂബോൺ ഡൈനാസ്റ്റി. ഫ്രഞ്ച് സമൂഹത്തെ തിരിച്ചിരുന്നത് എസ്റ്റേറ്റുകളായാണ്. ഫ്രഞ്ച് സമൂഹത്തിൽ നിലനിന്നിരുന്ന എസ്റ്റേറ്റുകളുടെ എണ്ണം 3 ആണ്. ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നതാണ് കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗം, പിന്നെ കർഷകർ, കൈത്തൊഴിലുകാർ എന്നിവർ. ഒന്നാമത്തെ എസ്റ്റേറ്റ് ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു. കർഷകരിൽ നിന്ന് തിതേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ ഇവർ നിയന്ത്രിച്ചു. രണ്ടാമത്തെ എസ്റ്റേറ്റിലുള്ളവർ സൈനിക സേവനം നടത്തി. കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. നികുതികളിൽ നിന്നും ഇവർ ഒഴിവാക്കപ്പെട്ടിരുന്നു. ആഡംബര ജീവിതം നയിച്ചു. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു. മൂന്നാമത്തെ എസ്റ്റേറ്റ് ഭരണത്തിൽ ഇവർക്ക് ഒരു അവകാശവുമില്ലായിരുന്നു. തൈലെ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. താഴ്ന്ന സാമൂഹിക പദവിയുള്ളവരായിരുന്നു ഇവർ. പ്രഭുക്കന്മാരും പുരോഹിതന്മാർക്കും
നികുതി നൽകേണ്ടത് മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ള ആളുകളായിരുന്നു. ഗബല്ലെ. ഫ്രാൻസിൽ ഉപ്പിൻ്റെ ഉപഭോഗം സംബന്ധിച്ച് ഈടാക്കിയിരുന്ന നികുതിയുടെ പേരാണ് ഗബല്ലെ. പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, മറ്റു ചില വ്യക്തികൾ എന്നിവരെ ഈ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഗബല്ലെ നിർത്തലാക്കിയത് 1790 മാർച്ചിലാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഗബല്ലെ പുനഃസ്ഥാപിച്ച വർഷം 1806 ആണ്. ബൂർഷ്വാസി. ഫ്രഞ്ച് ഭാഷയിലെ ബൂർഷ്വാ എന്ന പദത്തിൽ നിന്നാണ് ബൂർഷ്വാസി എന്ന പദം രൂപം കൊണ്ടത്. ബൂർഷ്വാ എന്ന വാക്കിനർത്ഥം നഗരവാസി എന്നാണ്. ഭൂവുടമകളും അടിയാന്മാരും എന്ന രീതിയിൽ സമൂഹം രണ്ടായി തിരിഞ്ഞിരുന്ന ഫ്യൂഡൽ കാലഘട്ടത്തിൽ ഇരുവർക്കുമിടയിൽ കച്ചവടക്കാരുടെ ഒരു പുതിയ വർഗം ഉയർന്നു വന്നു. ഈ മധ്യവർഗത്തെയാണ് ബൂർഷ്വാ എന്ന് വിളിച്ചിരുന്നത്. രാജാക്കന്മാരുടെ സ്വേച്ഛാധിപത്യം. എല്ലാ അധികാരങ്ങളും കൈയടക്കിയ ഫ്രാൻസിലെ ബൂർബൺ രാജാക്കന്മാർ ധൂർത്തന്മാരും സുഖലോലുപരുമായിരുന്നു. രാജാധികാരം ദൈവദത്തമാണെന്ന നിലയ്ക്ക് അവർ പെരുമാറി. ലൂയി 14 ഭരണകാലഘട്ടത്തിൽ ഫ്രാൻസിലെ സ്വേച്ഛാധിപത്യം അതിൻ്റെ പാരമ്യത്തിലെത്തി. അദ്ദേഹത്തിൻ്റെ ഭരണാന്ത്യത്തോടെ ഫ്രാൻസ് വൻ സാമ്പത്തിക തകർച്ചയെ നേരിടാൻ തുടങ്ങി. ലൂയി 16 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സമർത്ഥനായ മന്ത്രി ട്യൂർഗോ അനേകം ചെലവ് ചുരുക്കൽ പദ്ധതികൾ നടപ്പിലാക്കുകയും കൃഷിക്കും വ്യാപാരത്തിനും പ്രോത്സാഹനം നൽകുകയും ചെയ്തു. ട്യൂർഗോ അധികാരത്തിൽ നിന്ന് പുറത്തായ ശേഷം അധികാരമേറ്റെടുത്ത പ്രസിദ്ധ ബാങ്കറാണ് നെക്കർ എന്ന് പറയുന്ന വ്യക്തി. ട്യൂർഗോയും നെക്കറും നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ഫ്രാൻസിലെ മധ്യവർഗത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചുള്ളതായിരുന്നു. ഇത് ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ എതിർപ്പിനിടയാക്കി. നെക്കർ പുറത്താക്കപ്പെട്ടതോടെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. ഇത് മറികടക്കാൻ പുതിയ നികുതി നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കാനായി ലൂയി 16 സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. സ്റ്റേറ്റ് ജനറൽ. ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത വർഷം 1789 ഇതിനു മുമ്പ് അവസാനമായിട്ട് സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തത് 1614 എന്ന് ഓർക്കണം. സ്റ്റേറ്റ് ജനറലിലെ എസ്റ്റേറ്റുകളുടെ എണ്ണം 3. സ്റ്റേറ്റ് ജനറലിലെ അംഗസംഖ്യ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ 285 പേരും, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ നിന്ന് 308 പേരും, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ നിന്ന് 621 പേരുമാണ് ഉണ്ടായിരുന്നത്. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും വാദിച്ച എസ്റ്റേറ്റുകളാണ് ആദ്യത്തെ 2 എസ്റ്റേറ്റുകളും. 3 എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്ന് വാദിച്ചത് മൂന്നാമത്തെ എസ്റ്റേറ്റാണ്. മൂന്നാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെട്ടിരുന്നത് കോമൺസ് എന്നാണ്. വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചത് മൂന്നാമത്തെ എസ്റ്റേറ്റുകാരാണ്. ടെന്നീസ് കോട്ട് പ്രതിജ്ഞ. ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടെന്നീസ് കോട്ട് പ്രതിജ്ഞ നടന്ന വർഷം 1789 ജൂൺ 20 മൂന്നാമത്തെ എസ്റ്റേറ്റ് അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും രാജാവിൻ്റെ അധികാരം പരിമിതപ്പെടുത്തിക്കൊണ്ട് ഫ്രാൻസിനായി ഒരു പുതിയ ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്ത സംഭവം അറിയപ്പെടുന്നതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന്. ഈ പ്രതിഷേധത്തിൽ മൂന്നാമത്തെ എസ്റ്റേറ്റുകാരെ നയിച്ചത് മിറാബ്യൂ എന്ന പ്രഭുവും അബ്ബസിയേഴ്സ് എന്ന പുരോഹിതനുമായിരുന്നു. ബാസ്റ്റിൽ ജയിൽ ആക്രമണം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ തകർത്ത ജയിലാണ് ബാസ്റ്റിൽ ജയിൽ. ബാസ്റ്റിൽ ജയിൽ തകർത്ത വർഷം 1789 ജൂലൈ 14 അതിനാലാണ് ഫ്രഞ്ച് ദേശീയ ദിനമായി ജൂലൈ 14 ആചരിക്കുന്നത്. ബോർബൺ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ജയിലാണ് ബാസ്റ്റിൽ ജയിൽ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നത് ബാസ്റ്റിൽ ജയിൽ തകർത്ത ഈ സംഭവമാണ്. പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായ കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയ വർഷം 1789 ഒക്ടോബർ. മനുഷ്യാവകാശ പ്രഖ്യാപനം. ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയ വർഷം 1789 ഓഗസ്റ്റ് 12. ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്ന ആശയങ്ങൾ ആരുടേതാണെന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് ചിന്തകനായിട്ടുള്ള റൂസോയുടേതാണ്. എല്ലാ മനുഷ്യരും തുല്യരും സ്വതന്ത്രരുമാണ്. ജനങ്ങളാണ് പരമാധികാരികൾ. ജനങ്ങളുടെ താൽപ്പര്യത്തിൻ്റെ പ്രതിഫലനമാണ് നിയമങ്ങൾ. ജനങ്ങൾ നേരിട്ടോ തങ്ങളുടെ പ്രതിനിധികളിലൂടെയോ അതിൽ പങ്കാളികളാകുന്നു എന്നൊക്കെ മനുഷ്യാവകാശ പ്രഖ്യാപനം ലോകത്തോട് വിളംബരം ചെയ്തു. ദേശീയ അസംബ്ലിയുടെ പരിഷ്കാരങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഫ്രാൻസിലാകമാനം ഏകരൂപമായ ഒരു ഭരണവ്യവസ്ഥ ഏർപ്പെടുത്തി. ക്രൈസ്തവ സഭ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലായി. സഭയുടെ ഭൂസ്വത്ത് ദേശസാൽക്കരിച്ചു. എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ നികുതി ചുമത്തി.
പ്രഭുക്കന്മാരുടെ പ്രത്യേക അവകാശങ്ങൾ നിർത്തലാക്കി, ഫ്യൂഡലിസം നിർമ്മാർജ്ജനം ചെയ്തു, ഭരണഘടനാ വിധേയമായ രാജവാഴ്ച നിലവിൽ വന്നു. പുതിയ ഭരണഘടന പ്രകാരം ഒരു നിയമനിർമ്മാണ സഭയുണ്ടായി. ഈ നിയമനിർമ്മാണ സഭയിലെ പ്രധാന കക്ഷികളായിരുന്നത് ജാക്കോബിനുകളും, അതായത് വിപ്ലവകരമായ ആശയങ്ങളുടെ വക്താക്കളാണ് ജാക്കോബിനുകൾ. ജാക്കോബിനുകളും ജിറോണ്ടിസ്റ്റുകളുമാണ്. ജിറോണ്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മിതവാദികളാണ്. ജാക്കോബിനുകൾ താൽപ്പര്യം പ്രകടിപ്പിച്ചത് ഭരണഘടനാ വിധേയമായ രാജവാഴ്ചയ്ക്ക് പകരം റിപ്പബ്ലിക്കൻ ഭരണരീതി കൊണ്ടുവരണം എന്നുള്ളതിലായിരുന്നു. പുതുതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച വർഷം 1792 സെപ്റ്റംബറാണ്. രാജവാഴ്ചയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഭരണരീതി എന്നതായിരുന്നു റിപ്പബ്ലിക് എന്നതുകൊണ്ട് അവരുദ്ദേശിച്ചത്. ഭീകരവാഴ്ച. ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ച വർഷം 1793 ജൂലൈ ആണ്. രാഷ്ട്രീയ തടവുകാരെ കൂട്ടക്കൊല ചെയ്ത സംഭവം അറിയപ്പെടുന്നത് സെപ്റ്റംബർ കൂട്ടക്കൊല എന്നാണ്. അത് 1792 സെപ്റ്റംബറിൽ നടന്നതാണ്. പൊതുസുരക്ഷാ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് റോബസ്പിയർ ആണ്. പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് മിറാബോയും ഡാൻഡണും. ശത്രുക്കൾ എന്ന് തോന്നുന്നവരെ വധിക്കാൻ മിറാബോ, ടാൻഡൻ എന്നിവർ ഉപയോഗിച്ചിരുന്ന ആയുധമാണ് ഗില്ലറ്റിൻ. ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കപ്പെട്ട ഫ്രഞ്ച് ചക്രവർത്തിയും ഭാര്യയുമാണ് ലൂയി 16 അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി ആൻറ്റോയിനറ്റും. ഗില്ലറ്റിനിരയായി വധിക്കപ്പെട്ട പൊതുസുരക്ഷാ കമ്മിറ്റി നേതാവാണ് റോബസ്പിയർ. ശത്രുക്കളെ ഗില്ലറ്റിൻ ഉപയോഗിച്ച് നിഷ്കരുണം വധിച്ചിരുന്ന 1793 ജൂലൈ മുതൽ 1794 ജൂലൈ വരെ ആയിരുന്നു ഈ റെയിൻ ഓഫ് ടെറർ അല്ലെങ്കിൽ ഭീകരവാഴ്ച നിലനിന്നിരുന്നത്. അപ്പോൾ ശത്രുക്കളെ ഗില്ലറ്റിൻ ഉപയോഗിച്ച് നിഷ്കരുണം വധിച്ചിരുന്ന ഫ്രാൻസിൽ നീണ്ടുനിന്ന ഭരണം അറിയപ്പെടുന്നത് ഭീകരവാഴ്ച എന്നാണ്. പ്രഭുക്കന്മാർ പൊരുതും, പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, ജനങ്ങൾ നികുതി അടയ്ക്കും. നോബൽസ് ഫൈറ്റ്, ക്ലർജി പ്രേ ആൻഡ് കോമൺസ് പേ എന്നത് ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച പ്രസ്താവനകളിൽ ഒന്നാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൽ വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ആന്റോണിയോ ലാവോസിയർ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പാരീസിൽ നിർമ്മിക്കപ്പെട്ട ഗോപുരമാണ് ഈഫൽ ടവർ. ഫ്രഞ്ച് ചിന്തകരും ആശയങ്ങളും. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനാണ് വോൾട്ടയർ. വോൾട്ടയറിൻ്റെ യഥാർത്ഥ നാമം ഫ്രാങ്കോയിസ് മേരി അറൗട്ട് എന്നാണ്. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ചിന്തകനാണ് വോൾട്ടയർ. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകൻ മോണ്ടസ്ക്യു ആണ്. ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചത് മോണ്ടസ്ക്യു ആണ്. നിയമങ്ങളുടെ അന്തസത്ത എന്ന ഗ്രന്ഥം രചിച്ച വ്യക്തിയാണ് മോണ്ടസ്ക്യു. റൂസോ ജനിച്ച രാജ്യം സ്വിറ്റ്സർലൻഡാണ്. ദി സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം രചിച്ചത് റൂസോയാണ്. റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് ദി സോഷ്യൽ കോൺട്രാക്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ദി സോഷ്യൽ കോൺട്രാക്ട് അല്ലെങ്കിൽ സാമൂഹിക ഉടമ്പടി എന്ന് പറയുന്ന പുസ്തകം. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതിയാണ് എമിലി. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്നഭിപ്രായപ്പെട്ടത് റൂസോയാണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്നുള്ള കോട്ടും ജനങ്ങളാണ് പരമാധികാരി എന്ന കോട്ടും റൂസോയുടെയാണ്. ലൂയി 14 കോട്ടാണ് ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് ഓസ്ട്രിയൻ ഭരണാധികാരിയായിട്ടുള്ള മെറ്റേണിയാണ്. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്നുള്ളൊരു കമൻറ്റ് മേരി ആൻറ്റോയിനറ്റിൻ്റെയാണ്. ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും. ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ. ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ തുടർന്ന് ടിപ്പു സുൽത്താൻ സ്വീകരിച്ച പേരാണ് പൗരനായ ടിപ്പു എന്നുള്ളത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ട വ്യക്തിയാണ് ടിപ്പു സുൽത്താൻ. ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമായ ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവും. നെപ്പോളിയൻ ബോണപ്പാർട്ട് ജനിച്ചത് 1769 ഓഗസ്റ്റ് 15 സെൻറ്റ് കോഴ്സിക്ക ദ്വീപിലാണ്. ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് നെപ്പോളിയനാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു അല്ലെങ്കിൽ ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെടുന്നതും നെപ്പോളിയനാണ്.
ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്ത വർഷം 1799 നെപ്പോളിയൻ ഫ്രാൻസിന്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിച്ച വർഷം 1804. ബ്രിട്ടനെ സാമ്പത്തികമായി കീഴടക്കിയാൽ യൂറോപ്പിന്റെ മേൽ ആധിപത്യം നേടാം എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ബ്രിട്ടനെതിരെ കോണ്ടിനെന്റൽ വ്യവസ്ഥ നടപ്പിലാക്കി. ബെർലിൻ ശാസനങ്ങൾ എന്ന പേരിൽ ഈ സാമ്പത്തിക ഉപരോധങ്ങൾ 1806 അദ്ദേഹം ഔപചാരികമായി പ്രഖ്യാപിച്ചത്. സാമ്പത്തിക രംഗത്ത് ബ്രിട്ടനെതിരായി യൂറോപ്പിലെ മറ്റ് രാഷ്ട്രങ്ങളെ അണിനിരത്തുക എന്നതായിരുന്നു ഇതിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ടത്. ലോകത്തിന്റെ സമുദ്രാധിപത്യം കൈയടക്കിയിരുന്ന ഇംഗ്ലണ്ട് ഓർഡേഴ്സ് ഇൻ കൗൺസിൽ എന്ന പ്രഖ്യാപനത്തിലൂടെ ഫ്രാൻസിനെ ഉപരോധിച്ചു. നെപ്പോളിയന്റെ ഭരണപരിഷ്കാരങ്ങൾ നോക്കാം. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. പൊതുകടമില്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിതയുണ്ടാക്കി. 1814 നെപ്പോളിയനെ ആദ്യമായി നാടുകടത്തിയ ദ്വീപാണ് എൽബ ദ്വീപ്. യൂറോപ്യൻ സഖ്യസൈന്യത്തോട് പരാജയപ്പെട്ട് നെപ്പോളിയന് അധികാരം നഷ്ടമായ യുദ്ധമാണ് വാട്ടർലൂ യുദ്ധം അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് വാട്ടർലൂ. 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആർതർ വെല്ലസ്ലിയാണ്. വാട്ടർലൂ യുദ്ധത്തെ തുടർന്ന് നെപ്പോളിയനെ നാടുകടത്തിയ ദ്വീപാണ് സെയിൻറ്റ് ഹെലേന. വാട്ടർലൂ നിലവിൽ ബെൽജിയത്തിൻ്റെ ഭാഗമാണ്. വിധിയുടെ മനുഷ്യൻ, മാൻ ഓഫ് ഡെസ്റ്റിനി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നെപ്പോളിയൻ. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാമെന്നത് നെപ്പോളിയൻ്റെ പ്രശസ്തമായിട്ടുള്ള വാചകമാണ്. നെപ്പോളിയൻ അന്തരിച്ചത് 1821 മെയ് 5 നെപ്പോളിയൻ്റെ ശവകുടീരം ലെസ് ഇൻവാലിഡ്സ്, പാരീസിലെ ഒരു സ്ഥലമാണ് ലെസ് ഇൻവാലിഡ്സ്. നെപ്പോളിയൻ്റെ കുതിരയാണ് മാരങ്കോ. ആർതർ വെല്ലസ്ലിയുടെ കുതിര അറിയപ്പെടുന്നത് കോപ്പൻഹേഗൻ എന്നാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവാണ് വോൾട്ടയർ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നതാണ് നെപ്പോളിയൻ. ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് പറഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവമാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. രാജ്യമെന്നത് പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ച വിപ്ലവമായിരുന്നു അത്. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകിയത് ഫ്രഞ്ച് വിപ്ലവമാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത വിപ്ലവമാണത്. യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കിയൊരു വിപ്ലവമാണ്. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവമാണ്.